ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഒരു സാധാരണ ഭാഗമായി ജോലിസ്ഥലത്തെ സമ്മർദ്ദം മാറിയിരിക്കുന്നു. ദൈർഘ്യമേറിയ സമയപരിധികൾ, വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്തങ്ങൾ, ജോലിസ്ഥലത്തെ മത്സരം എന്നിവ ഉൽപ്പാദനക്ഷമതയെയും വ്യക്തിഗത സുഖജീവിതത്തെയും ബാധിക്കുന്ന മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. എന്നാൽ ജോലി ഉപേക്ഷിക്കുക എന്നത് എല്ലായ്പ്പോഴും ഒരു പരിഹാരമല്ല. ശരിയായ മാർഗങ്ങൾ ഉപയോഗിച്ച് സമ്മർദ്ദം ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാനും ആരോഗ്യകരമായ തൊഴിലന്തരീക്ഷം നിലനിർത്തുവാനും സാധിക്കും. ദൈനംദിന ജീവിതത്തിലെ ചെറിയ ശീലങ്ങൾ ജോലിസ്ഥലത്തെ സമ്മർദ്ദം ഗണ്യമായി കുറയ്ക്കുമെന്നും മൊത്തത്തിലുള്ള പ്രകടനം മെച്ചപ്പെടുത്തുമെന്നും പഠനങ്ങളും ആരോഗ്യ വിദഗ്ധരും സൂചിപ്പിക്കുന്നു. ജോലിയിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സഹായിക്കുന്ന ചില പ്രായോഗിക രീതികൾ നമുക്ക് നോക്കാം. മുൻഗണനകൾ നിശ്ചയിച്ച് ജീവിതം ആരംഭിക്കുക. അമിതമായ ജോലികൾ ഒരേ സമയം വന്നു ചേരുന്നത് മാനസിക സമ്മർദ്ദത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ ഏതൊക്കെയെന്ന് ചിട്ടപ്പെടുത്തി ഓരോന്നായി പൂർത്തിയാക്കി ദിവസം ആരംഭിക്കുക. വലിയ ജോലികളെ ചെറിയ ഘട്ടങ്ങളായി തിരിക്കുന്നത് അവ എളുപ്പമാക്കാനും ആശങ്ക കുറയ്ക്കുവാനും സഹായിക്കും. മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് അവസാന നിമിഷത്തെ സമ്മർദ്ദം ഒഴിവാക്കുവാൻ സഹായിക്കും. മനസ്സിന് ഉന്മേഷം നൽകാൻ ചെറിയ ഇടവേളകൾ എടുക്കുക. തുടർച്ചയായി മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നത് മാനസിക തളർച്ചയ്ക്ക് കാരണമാകും. ജോലികൾക്കിടയിലുള്ള ചെറിയ ഇടവേളകൾ മനസ്സിന് ഉന്മേഷം നൽകുവാനും ഏകാഗ്രത മെച്ചപ്പെടുത്തുവാനും സഹായിക്കും. വിശ്രമ വിദ്യകൾ, അതായത് റിലാക്സേഷൻ ടെക്നിക്സ് പരിശീലിക്കുക. ആഴത്തിലുള്ള ശ്വസനം, ധ്യാനം, വ്യായാമങ്ങൾ പോലുള്ള ലളിതമായ രീതികൾ സമ്മർദ്ദകരമായ നിമിഷങ്ങളിൽ മനസ്സിനെ ശാന്തമാക്കും. ആരോഗ്യകരമായ ആശയവിനിമയം നിലനിർത്തുക. ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ആശയവിനിമയത്തിലെ പോരായ്മകൾ കാരണം സമ്മർദ്ദം ഉണ്ടാകാറുണ്ട്. ജോലിഭാരത്തെക്കുറിച്ചോ വെല്ലുവിളികളെക്കുറിച്ചോ സഹപ്രവർത്തകരോടോ മേലുദ്യോഗസ്ഥരോടോ തുറന്നു സംസാരിക്കുന്നത് പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കുവാൻ സഹായിക്കും. ആരോഗ്യകരമായ ആശയവിനിമയം വിശ്വാസം വളർത്തുകയും അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. ജോലി ജീവിത സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക. നിങ്ങളുടെ ജീവിതം ജോലിയെ മാത്രം ചുറ്റിപ്പറ്റിയുള്ളതാകരുത്. കുടുംബത്തോടൊപ്പം സമയം സന്തോഷകരമായി ചിലവഴിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. സമ്മർദ്ദത്തിൻ്റെ കാരണം തിരിച്ചറിയുക. എന്താണ് കൃത്യമായി സമ്മർദ്ദത്തിന് കാരണമാകുന്നതെന്ന് മനസ്സിലാക്കുന്നത് അത് കൈകാര്യം ചെയ്യുന്നതിലെ പ്രധാന ഘട്ടമാണ്. കാരണം തിരിച്ചറിഞ്ഞാൽ ജോലികൾ പുനഃക്രമീകരിക്കുകയോ സഹായം തേടുകയോ വഴി അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാം. ഇതുപോലെയുള്ള നല്ല വാർത്തകളും പുതിയ അറിവുകളും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ലഭിക്കുന്നതിനായി മലയാളി 360 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.